കേൾക്കണം. നിങ്ങളുടെ ഒരു ഇന്ററാക്ഷൻ ഞങ്ങൾക്കൊന്ന് ലൈവായിട്ട് കാണണം. മാത്രം പ്ലീസ് സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് കൊച്ചി. എൻ്റെ ജീവിതത്തിൽ കുറേയധികം ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ശാന്തമി രാത്രി ആദ്യമായിട്ട് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഒരു പാട്ടാണ്. ഞങ്ങൾ ഒരു മിനിറ്റ് ജാസിയിലേക്ക് വരുന്നതിന് മുമ്പ് ജോണി വാക്കർ എന്ന സിനിമ 1990 എത്ര പേര് അന്ന് ജനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. 1990 ജോണി വാക്കർ ചെയ്യുമ്പോൾ നമുക്കാണ് അഭിനയിക്കുന്നത്. ക്യാമ്പസിൽ പഠിക്കാൻ വേണ്ടി വരുന്ന ഒരാൾ. ഭയങ്കര ഡിഫറെൻ്റ് ആണ് സിറ്റുവേഷൻ. ഭയങ്കര രസമുള്ള പാട്ടുകൾ കാണും. ആ ഒരു കൗബോയ് അന്തരീക്ഷത്തിലോട്ട് പോകുന്ന കുട്ടികൾ ജോണി വാക്കറിനെ കാണുന്നത്, തിരിച്ച് ക്യാമ്പസിൽ വന്ന് ജോണി വാക്കർ അതിനേക്കാൾ കുട്ടികളെക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, പാട്ട് പാടുന്നത്, സ്ട്രീറ്റ് ലൈഫ്, നൈറ്റ് ലൈഫ്, ഇതൊക്കെയാണ് സിറ്റുവേഷൻ. അങ്ങനെ രഞ്ജിത്ത് പറഞ്ഞില്ല, നമുക്കൊരു ലിറിസിസ്റ്റ് പുതിയ ആളാണ് ഗിരീഷ് പുത്തഞ്ചേരി. മികച്ച ഗിരീഷ് കളിയത്ത് പറഞ്ഞ പ്രൊഡ്യൂസർ പറഞ്ഞു, എന്താ കൊന്നു ചെയ്യാം, ക്യാസറ്റിനെ പരിശോധിക്കുന്നുണ്ട്, പിന്നെ പുതിയ ആളാക്കുന്നത് ഞങ്ങൾ ചെയ്യാൻ എന്തായാലും നമുക്ക് പറഞ്ഞു ആൾ മതി ഗിരീഷ് വരാൻ പറഞ്ഞു. അങ്ങനെ ഗിരീഷ് വരുന്നു. SP വെങ്കടേഷ് മ്യൂസിക്, ഉഡ്ലാൻഡ്സ് പാർട്ടി, മദ്രാസിലെ ഉഡ്ലാൻഡ്സ് ഹോട്ടലിലാണ് പ്രധാനപ്പെട്ട സിനിമകളൊക്കെ കമ്പോസ് ചെയ്തത്. SP ഒരു കപ്പിലിരുന്ന് ഞങ്ങളെല്ലാം രഞ്ജി, ഗിരീഷ് എല്ലാവരും ഉണ്ട്. അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം ആയപ്പോഴേക്ക് 5 പാട്ട് റെഡി. ഫസ്റ്റ് സോങ്ങാണ് ശാന്തമി രാത്രി. ഇന്ന് പിന്നീട് മാറിയ ട്യൂൺ. ആ ട്യൂൺ കേട്ടപ്പോൾ എന്തോ ഒരു അട്രാക്ഷൻ. പക്ഷെ ഇത്ര വലിയ ഹിറ്റാണെന്നും തോന്നിയില്ല. ഗിരീഷിന് പാട്ടുകൾ എഴുതാൻ കൊടുത്തിട്ട് ഞങ്ങൾ പോയി. ഇപ്പോഴും രാവിലെ റെക്കോർഡിങ്ങാണ് ഭരണി സ്റ്റുഡിയോയിൽ. ഞങ്ങൾ രാവിലെ ഗിരീഷിനെ കാണാൻ ചെല്ലുമ്പോൾ ഗിരീഷ് ഒറ്റ വരികൾ എഴുതിയിട്ടില്ല. സിനിമ എനിക്ക് വരണമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. ഇത്രയും പാട്ടുകൾ, നല്ല മനോഹരമായ മെലഡി, എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഗിരീഷിനെ സംഖ്യ എടുക്കാൻ പറഞ്ഞു. സംഖ്യയും ബുക്കും കുറെ സാധനങ്ങളൊക്കെ എടുത്തു. നേരെ ഭരണി സ്റ്റുഡിയോയിലേക്ക് വന്നു. പൂജ കഴിയുന്നു. ഗിരീഷിനോട് പറഞ്ഞ് ഗിരീഷ് ഒരു വരി എഴുതി വരാൻ പറഞ്ഞു. അവിടെ ചെറിയൊരു ഗാർഡൻ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഗിരീഷ് അങ്ങോട്ട് പോയി തിരിച്ചു വന്നിട്ട് എന്ന് ചോദിച്ചു, സാർ വഴക്കൊന്നും പറയരുത്, ശാന്തമി രാത്രിയും വാദ്യഘോഷാവുകൾ കൊണ്ടുപോകണം. ഞാൻ അതിഗംഭീരായിരിക്കുന്നു, പോയി എഴുതാൻ പറഞ്ഞു. നെക്സ്റ്റ് 10 മിനിറ്റിനകത്ത് ഫുൾ വളരെ അവിടെ തുടങ്ങിയതാണ് ഗിരീഷ്. ഇപ്പൊ ശാന്തമി രാത്രിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് മനസ്സിലായി. ആ ശാന്തമി രാത്രി വിഷ്വലൈസ് ചെയ്യാനാണ് ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ. കാരണം ബാംഗ്ലൂരിനെ ഇതുപോലെ ഡിസംബർ കാലം മുഴുവൻ എലിമിനേറ്റ് ചെയ്യുകയാണ് സ്റ്റിറ്റിയിലൂടെ. ഈ പബ്ബ് എനിക്ക് ഒരു വീക്ക്നെസ്സാണ് പറഞ്ഞ പോലെ. അവനപ്പോൾ ഞാൻ പോകില്ല എന്നുള്ളൂ. ഇഷ്ടമാണ് പബ്ബ്. അവിടുത്തെ ആ വലിയ പിക്ചറിങ്ങനെ നിറയുന്ന അന്തരീക്ഷം, ഡിസ്കോ, ഡാൻസ് എല്ലാം എപ്പോഴും ഇല്ല. പബ്ബൊക്കെ വരേണ്ട കാലം കഴിഞ്ഞു അല്ലേ. പിന്നെ പബ്ബിൽ പോയില്ല പബ്ബ്. അങ്ങനെ ആ പബ്ബില് നമുക്ക് ബെറ്റ് വെച്ചിട്ട് മതിരിക്കുന്നു. പുറത്തേക്ക് വരുമ്പോൾ സ്ട്രീറ്റിന്റെ ലൈഫ്, കുറെ കുട്ടികൾ തീ കത്തിച്ചിങ്ങനെ പാടുന്നു. ചെറിയ ചെറിയ മൊമെന്റ്സ്. ഒന്ന് എൻ്റെ കൂടെ ബോറടിക്കും, എൻ്റെ കൂടെ ഒരാളോട് കൂടി. പിന്നീട് ഏറ്റവും പ്രശസ്തനായ പ്രഭുദേവ എന്ന ഡാൻസ് കൊറിയോഗ്രാഫർ, അദ്ദേഹമാണ് കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ പ്രഭു പറഞ്ഞു, ഞാൻ പറഞ്ഞു നമസ്കാരം, ചെറിയ ആളുകൾ മാത്രമാണ് വെറുതെ കഥയാക്കുക. അതൊരു സെൻസേഷൻ. ശാന്തമി രാത്രി ഇന്നും അതിൻ്റെ മോമെന്റ്സ്, കൊറിയോഗ്രാഫി ഔട്ട്സ്റ്റാൻഡിങ്. നമുക്ക് അതിൻ്റെ ഏറ്റവും നല്ല ഡാൻസാണ് അല്ലേ. അങ്ങനെ ശാന്തമി രാത്രി സെൻസേഷൻ ആയിരിക്കുമ്പോൾ പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഒരു സിനിമ ചെയ്യാൻ ഞാൻ സാധുക്കറിയാൻ പ്രൊഡ്യൂസറായിട്ട് കുടുംബങ്ങളെ വെച്ച് സിനിമ. അങ്ങനെ ഞാൻ പറഞ്ഞു പുതിയ വൈബ്. ഏറ്റവും അന്നത്തെ 2020 യങ്സ്റ്റേഴ്സ് അവരുടെ ബ്രില്യൻ്റായിട്ടുള്ള ഒരു സെൻസേഷണൽ വൈബ്. അതിൽ എങ്ങനെ നമുക്ക് മ്യൂസിക് റഗേ റാപ്പ് അങ്ങനെയൊക്കെ വന്നത് ഞാൻ എപ്പോഴോ എൻ്റെ ബ്രദർ മഹേഷ് രാജു അങ്ങനെ കേൾപ്പിച്ചൊരു ശബ്ദം. തിരുവനന്തപുരത്തുള്ള ഒരു സാധാരണ
സൗത്ത് പാർക്ക് എന്ന് പറഞ്ഞ ഹോട്ടലില് വൈകുന്നേരം പോയി കാണുന്ന ഒരു സാധാരണ സിംഗർ, ഇതിനൊക്കെ ശബ്ദം ഭയങ്കര ദുഃഖമുണ്ടാവും, അതൊക്കെ വിളിക്കണ്ടോ ഭയങ്കര ജാസ്തി എന്നിട്ട് വരും. ഫോണിൽ കൂടെയാണ് ജാസ്തിയുടെ സിറ്റുവേഷൻസ് പറഞ്ഞത്. ജാസ്തി ഒരു ദിവസം പരമ്പര